നിങ്ങളായിരുന്നു അവിടെ ഇരിക്കേ. കേറി ഇരുന്നോടോ. എന്താ ഇപ്പൊ വന്നത്? അമ്മയുടെ ബർത്ത്ഡേ അല്ലേ? ഇതിനു മുമ്പും പല ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇവിടെ. എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ വരാറുണ്ട്. പക്ഷെ അമ്മ വിജിയുടെ വീട്ടിലല്ലേ. ബിജിയുടെ വീടും ബിജിനെ നിന്നെയും കൂട്ടി സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. നിന്നെപ്പോലെ ഇവന്റെ ഇതുപോലെയുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോയതല്ല. അവിടെ നല്ല അമേരിക്കക്കാരന്റെ കൂടെ പോയത്. അവിടെ ജീവിക്കുന്ന നീ കാണുന്നു. നിന്നെ മര്യാദക്ക് ഞാൻ കല്യാണം കഴിച്ചു വിടൂലായിരുന്നാ? നീ അപ്പൊ ഏതോ ഒരുത്തനെ കണ്ടപ്പോ ഇറങ്ങിപ്പോയില്ലേ എന്നെ വേണ്ടാണ്ട്. വിജയെ പോലെയാണോ നീ? ആണോ? അവന്റെ ഭർത്താവേ അമേരിക്കയിലാ, അവൻ വലിയ ജോലിക്കാരനാ. അവളിടുന്ന ഡ്രസ്സൊന്നും നീ എടുത്തുണ്ടോ? അവളിടുന്ന ആഭരണങ്ങൾ നീ ഇടുന്നുണ്ടോ? കുറച്ച് വിഷമമുണ്ടടി എനിക്ക്. നിന്റെ അച്ഛൻ മരിക്കുമ്പോഴേ 2 പെൺമക്കളെ തന്നിട്ടാ പോയത്. ഞാൻ നല്ലോണം കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ഇവൻ്റെയൊക്കെ കൂടെ ഇറങ്ങിപ്പോയാലാണോ നിന്നെ ഞാൻ വളർത്തിയത്? ആണോ? എടീ, അന്ന് സ്റ്റേഷനിൽ വെച്ചേ നീ എന്താ പറഞ്ഞേ? ഞാനും എൻ്റെ ആങ്ങളമാരും കൂടി എത്ര വിഷമിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് അറിയാമോ? എന്താ പറഞ്ഞേ? അവൻ്റെ കൈ പിടിച്ചിട്ട് നിന്റെ ഏട്ടന് മതിയെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? എന്നിട്ടിപ്പോൾ വന്നേക്കുന്നു അമ്മയെ അന്വേഷിച്ച്. അമ്മേ, ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ്. ഓ, സാരിയോ? ഞാൻ ഈ പോലെ സാരിയൊന്നും ഉടുക്കൂല, നിനക്കറിയാലോ. ഇതേ ഏതായാലും കൊണ്ടുവന്നല്ലേ, എൻ്റെ ജോലിക്കാർക്ക് കൊടുക്കാം. നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ. വിജി വന്നിട്ട് നിനക്ക് പോവാം. അവളെ എനിക്ക് ഓരോ ബർത്ത്ഡേക്കും കൊണ്ടുവരുന്നതേ സ്വർണങ്ങളും ഡയമണ്ടും ഒക്കെയാ. അതിനെന്താ, നല്ല രീതിയിൽ ജീവിക്കണ്ടേ? ആരുടെയെങ്കിലൊക്കെ കൂടെ പോകുമ്പോൾ ഓർക്കണം, നന്നായി ജീവിക്കണമെന്നും അമ്മയെ നോക്കണമെന്നും ഒക്കെ. എന്നിട്ടിപ്പോ മോങ്ങിയിട്ട് എന്താ കാര്യം? അതെ, ഇറങ്ങിപ്പോയപ്പോ ഓർക്കണമായിരുന്നു. കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ മോങ്ങുന്നു. പോവാ. അപ്പോ എവിടെ എത്തിയെന്ന് അറിയണമല്ലോ. ഹലോ മോളെ. മോളെ എവിടെ എത്തി? അമ്മ വെയിറ്റ് ചെയ്തിരിക്കുവോ മോള് വരെ? എവിടെ എത്തിയടാ? അമ്മ ഞങ്ങൾ വന്നില്ല. ചേട്ടൻ ഞങ്ങളടുത്ത് പോണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ ഞങ്ങളടുത്ത് പോണ്ടെന്ന് പറഞ്ഞു. അതെന്താ? അത് ഇവിടെ പിന്നെ കുറച്ച് ഫിനാൻഷ്യന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അതുകൊണ്ട് പോണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മേന്റെ അടുത്ത് ആ സ്ഥലവും വീടൊക്കെ പിന്നെ കൊടുക്കാൻ പറഞ്ഞിട്ട് അമ്മ അത് കൊടുത്തില്ലല്ലോ. അമ്മ അത് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ. ചേട്ടൻ അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ പേരിൽ അല്ല അമ്മ, ഇല്ലെങ്കിൽ ആ സ്ഥലം വീട് ഞങ്ങളെ പേരിൽ എഴുതി തരണോന്ന് പറഞ്ഞു. എന്നിട്ട് പോയിക്കോന്നാ പറഞ്ഞ. കഷ്ടമല്ല. ഇതെന്താ ഇങ്ങനെ നിങ്ങൾ തുടങ്ങുന്നേ? പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എന്താ വിജി എടുത്തത്? അമ്മ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ. ചേട്ടൻ പോണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. ഇത് നിങ്ങൾക്ക് നേരത്തെ വിളിച്ച് പറയണ്ടേ? ഇത് നിങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യൂ. അമ്മ ഇല്ലെങ്കിൽ ഒരു പണി ചെയ്യേ, ആ വീടും സ്ഥലവും ഞങ്ങള് പേരിൽ എഴുതിട്ടാ. അത് ശരി. അപ്പൊ അങ്ങ് നിങ്ങൾക്കും വീടും സ്ഥലമാണ് ആവശ്യം അല്ലേ? അമ്മയല്ല ചേച്ചി എന്തായാലും അങ്ങോട്ടേക്ക് വരില്ലല്ലോ. അപ്പൊ ഒരു പണി ചെയ്യും, ഞങ്ങൾക്ക് ആ സ്ഥലം വീടും അമ്മ എഴുതിട്ടാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരാ. ചേട്ടൻ എന്റെ അടുത്ത് പൊക്കോന്നും പറയും. എനിക്കിപ്പോ എന്തായാലും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ അമ്മ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലേ? അവരവർക്ക് വരുന്ന പ്രശ്നം അവരവര് തീർക്കണ്ടേ? അമ്മയുടെ അച്ഛന്റെ മുതല് കണ്ടിട്ടാ നീ ജീവിക്കണേ? ആണോ? അമ്മ എനിക്ക് ചേട്ടൻ പറയുന്ന പോലെ കേൾക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ
നിങ്ങൾ ആ സ്ഥലവും വീടും ഞങ്ങളെ പേരിൽ എഴുതാ. നിനക്ക് വേണ്ട സ്ത്രീധനം തന്നിട്ട് അതിന് ഞാൻ കല്യാണം കഴിച്ചേ. ശരി എന്നാലും. ഓക്കെ ഓക്കെ മോളെ. എന്താ മോനെ? അമ്മായി അമ്മായി ആ മോനെ, എന്ത് പറ്റി? വിജി വരില്ല എന്ന് പറഞ്ഞു മോനെ. എന്ത് പറ്റി അമ്മായി? വിജി വരില്ല എന്ന് പറഞ്ഞു മോനെ. വിജി വിജി വരില്ല എന്ന് പറഞ്ഞ് അവൾക്ക് എന്നെ വേണ്ട. എന്താ മോനെ എന്റെ 2 മക്കളും ഇങ്ങനെ ആയത്? വിജിക്ക് വിളിച്ചമ്മ. എനിക്ക് വയ്യ മോനെ. എടി വിജി, അമ്മായിക്ക് തീരെ വയ്യ. എന്ത് പറ്റി? ഞാൻ അവിടെ ഇപ്പൊ വന്നിട്ടുള്ളോ? നെഞ്ചുവേദന. നീ എവിടെ? നീ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരുമോ? എങ്ങനെ? നീ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരുമോ? ഹലോ, എന്ത് പറ്റി? എടി നിന്റെ അമ്മയാണ്. നീ ഒന്ന് പെട്ടെന്ന് വാ. അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? എനിക്ക് വരാൻ പറ്റില്ല. എന്താ കാരണം? എന്താ? നിങ്ങൾ കൊണ്ടുപോകാണ്ടിരിക്കും ചെയ്യും. അമ്മേന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഞങ്ങളെ പേരിൽ എഴുതി വെക്കാം, സ്ഥലവും വീടൊന്നും പേരിൽ എഴുതി വെക്കാൻ പറഞ്ഞിട്ട് അമ്മ ചെയ്തില്ലല്ലോ. എടി ഈ നേരത്താണോ അതൊക്കെ പറയുന്നേ? ഒരാള് വയ്യാണ്ടിരിക്കല്ലേ ഇവിടെ? എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യേ. ശരിയാ, നീ എന്താ അങ്ങനെ പറയണത്? നിന്നെ പ്രസവിച്ചമ്മല്ലേ? എന്റെ അടുത്ത് എന്റെ ചേട്ടൻ പറഞ്ഞു പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ആ വീടും സ്ഥലവും ഞങ്ങളെ പേര് എഴുതി തരാൻ പറ. ഈ നേരത്താണോ നിന്റെ വീടും സ്ഥലവും ഈ വയ്യാണ്ടിരിക്കുന്ന സമയത്ത്? ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ വരുന്നില്ല. എന്താ വിജി നീ ഇങ്ങനെ സംസാരിക്കും? നീയൊക്കെ ആകെ മാറിയല്ലോ. എനിക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു അമ്മയല്ലേ ഇത്? ഞാൻ വരുന്നില്ല. ശരിയാന്നല്ലോ, വെച്ചേക്ക്. ഹലോ ഹലോ, സിന്ധു ഇല്ലേ ഇവിടെ? ആ, ഞാനേ ഇവിടുത്തെ സിന്ധുവിന്റെ മാമന്റെ മോനാ. അമ്മയ്ക്ക് തീരെ ഒന്ന് കൊടുക്കോ ഫോണ്? സിന്ധുവിന്റെ അമ്മയ്ക്ക് തീരെ വയ്യ, ഒന്ന് ഫോൺ കൊടുക്കോ? ഒന്ന് വേഗം വരുമോ? തീരെ വയ്യ. ആ വേഗം വരാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അവര് ഒരാളായിട്ടുണ്ട് കേട്ടോ. പുത്തൂര് അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു ഉടനെ ഹോസ്പിറ്റലിൽ പോവാ. കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്റെ മോളുടെ കാര്യം ആലോചിച്ചിട്ട് എന്തൊരു മക്കളാ മോനെ. അവര് വന്നു. ഹോസ്പിറ്റലിൽ പോവാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിൽ പോവാ ചേട്ടാ. ഹോസ്പിറ്റലിൽ പോവാം നമുക്ക്. ഞാൻ ഫസ്റ്റ് തന്നെ വിജിക്ക് വിളിച്ചു ഫോൺ. അവൾക്ക് സ്വത്തും മുതലും വേണം. ഈ വയ്യാത്ത ആളെ എത്തിയിട്ടാണ് പറയണത്. ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അമേരിക്കൻ സ്വത്തും മുതലും. ഈ നേരത്താണോ സ്വത്തും മുതലും ചോദിക്കണത്? അപ്പൊ മനസ്സിലായില്ലേ സ്വഭാവം? അല്ല, ഭയങ്കര ഇതായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ പോവാ. ആ, സ്വത്തും മുതല വലുത്, ജീവനല്ല. അവള് ഒടുക്കത്തൊരു അമേരിക്ക ഭർത്താവും. കെട്ടിയ നല്ല ആളാണ്. നല്ലോണം നോക്കുന്നുണ്ട്. അമ്മേ, എനിക്കൊരു കൊച്ചു വീടുണ്ടമ്മേ. നമുക്ക് അങ്ങോട്ട് പോവാം അമ്മേ. അല്ലേ സിന്ധു? കൊണ്ടുപോകേട്ടാ. അമ്മയ്ക്ക് തെറ്റ് പറ്റിപ്പോയി. മനസ്സിലാക്കാൻ വൈകിപ്പോയി.
ഉണ്ടായത്. അമ്മ നമുക്ക് നമ്മളെ വീട്ടിൽ പോകാമേ. കൊച്ചു വീടാണ്, സാരില്ല നമുക്ക്. ഇതൊക്കെ അവക്ക് കൊടുത്തേക്കമ്മേ, നമുക്ക് വേണ്ട. അമ്മ നമുക്ക് വീട്ടിലേക്ക് പോവാം അമ്മ. സിന്ധു നമുക്ക് അമ്മേനെ കൂട്ടിട്ട് പോകാമേ. കാര്യമില്ല അമ്മേ, നമുക്ക് പോകാമേ.